ഹായ് മക്കളെ, ഇന്ന് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 3 പാരലൽ ലൈൻ സമാന്തര വരകളുടെ പാർട്ട് 5 ആണ് ഡീൽ ചെയ്യുന്നത്. ഫൈനൽ പാർട്ടാണ്. 58, 59, 60 പേജിലെ ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് പഠിക്കാനുള്ള പോയിന്റുകളിൽ ഏറ്റവും ആദ്യത്തെ ആളാണ് മക്കളെ ഓർത്തോ സെൻറ്റർ അഥവാ ലംബകേന്ദ്രം. ഓർത്തോ സെൻറ്റർ അഥവാ ലംബകേന്ദ്രം നമുക്ക് നോക്കി നോക്കാം. എടാ, ഒരു ട്രയാങ്കിളിൽ ഞാനൊരു ത്രികോണം വരയ്ക്കുന്നുണ്ട് മക്കളെ. ഒരു ത്രികോണം വരയ്ക്കുന്നുണ്ട്. ഈ കാണുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇതിന് എത്ര വേർട്ടക്സുകൾ, എത്ര മൂലകളുണ്ട് നമുക്കറിയാം. 1, 2, 3 വേർട്ടക്സുകളാണുള്ളത്. 3 മൂലകളാണ് ഈ പറഞ്ഞ ത്രികോണത്തിന് ട്രയാങ്കിളിനത്. ഈ കാണുന്ന ഓരോ വേർട്ടക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ കാണുന്ന ഓരോ മൂലയിൽ നിന്നും ഞാൻ ഈ കാണുന്നതിൻ്റെ എതിരെയുള്ള വശത്തിലേക്ക് ഒരു ലംബം വരയ്ക്കുന്നു. നമുക്കൊന്ന് വരച്ചു നോക്കാം അങ്ങനെ ഒരാളെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സൈഡിൽ ഞാൻ ഈ കാണുന്ന വേർട്ടക്സിൽ നിന്ന് ഒരു 90 ഡിഗ്രി കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു വേർട്ടക്സിൽ നിന്ന് അവിടേക്കുള്ള ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ഒരു എന്താ പറയുക നമ്മുടെ പെർപെൻഡിക്കുലർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അതുപോലെ അടുത്ത വേർട്ടക്സിൽ നിന്നുള്ളതും ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് മക്കളെ, അക്കോർഡിംഗ് ടു തിയറി ഈ കാണുന്ന 3 പെർപെൻഡിക്കുലറുകളും ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന പോയിന്റിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം വളരെ ചെറിയൊരു മൈന്യൂട്ട് വാരിയേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയാം മക്കളെ, ഒരു ട്രയാങ്കിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തേതുപോലെ ഞാനൊരു 90 ഡിഗ്രി ഒന്നും അല്ല ഇവിടെ വരച്ചത് എന്ന് മനസ്സിലാവും അല്ലേ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഞാൻ കണക്ട് ചെയ്തതെന്നുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ പേരാണ് ABC. എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി എന്ന് വിചാരിച്ചോളൂ. അതേപോലെ ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ് ക്യൂ എന്ന് വിചാരിച്ചോളൂ. ഈ കാണുന്ന എ സിയുടെ മിഡ് പോയിൻ്റ് ആണ് ആർ എന്ന് വിചാരിച്ചോളൂ കേട്ടോ. നോക്കിയടാ, ഓപ്പോസിറ്റുള്ള വേർട്ടക്സ്, എതിരെയുള്ള മൂല. ഓക്കെ, ആ വശത്തിൻ്റെ മധ്യബിന്ദുവും ചേർത്ത് വരച്ചിരിക്കുന്ന വരയാണിത്. മക്കളെ, ഇയാൾ ഒരിക്കലും ലംബം പെർപെൻഡിക്കുലർ ആവണമെന്നുള്ള ഡിമാൻഡൊന്നുമില്ല കേട്ടോ. അയാളല്ല നമ്മൾ വരച്ചിരിക്കുന്നത്. വേർട്ടക്സും ഓപ്പോസിറ്റ് കാണുന്ന എതിരെ കാണുന്ന വശത്തിൻ്റെ മിഡ് പോയിൻറ്റും മധ്യബിന്ദു. അത്തരം വരകളെ വിളിക്കുന്ന പേരുകൂടി മക്കൾ പഠിക്കണം. മീഡിയൻസ്. നമ്മൾ അത്തരം വരകളെ വിളിക്കുക എന്താ വിളിക്കുക? മീഡിയൻസ്. നടുവരകൾ എന്നാണ് വിളിക്കുക. നടുവരകൾ എന്നാണ് നമ്മൾ അത്തരം വരകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, വിളിക്കുന്നുണ്ടാവുക. അങ്ങനെ ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ മറ്റ് 2 നടുവരകൾ കൂടെ നമുക്ക് വരയ്ക്കാനുണ്ടാവില്ല മക്കളെ. അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചു നോക്കാം. ഞാൻ എന്താ B to R ജോയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ അടുത്തൊരാളെ നമുക്ക് നോക്കാനുള്ളത് ആരാണടാ? A to Q നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് വരച്ച് നോക്കി നോക്കാം. സോ അവിടെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കാണുന്ന നടുവരകൾ മീഡിയൻസ് എന്ന് പറയുന്ന ആളുകളും നമ്മൾ നേരത്തെ എന്താ പറയുക ഓർത്തോ സെൻറ്റർ പറഞ്ഞതുപോലെ ഇതാ ഒരൊറ്റ പോയിന്റിൽ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ പേരാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലേഴ്സ് ജോയിൻ ചെയ്താൽ ലംബകേന്ദ്രം ഓർത്തോ സെൻറ്റർ. ഓക്കേടാ, നമ്മുടെ നടുവരകൾ മീഡിയൻസ് ആണ് ജോയിൻ ചെയ്യുന്നത്, ഒരേ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നെങ്കിൽ അയാളുടെ പേരാണ് സെൻട്രോയിഡ്, മധ്യമ കേന്ദ്രം എന്നാണ് നമ്മൾ വിളിക്കുക. ഇത് മാത്രം പഠിച്ചാൽ പോരാ മക്കളെ. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്കൊരു അഡീഷണൽ പോയിന്റ് കൂടെ പറയാനുണ്ട്. ഈ കാണുന്ന പോയിന്റിൽ വെച്ചിട്ട് ഈ മീഡിയൻസുകൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഈ സ്പ്ലിറ്റിങ്ങിന് ഒരു റേഷ്യോ കൂടെ ഉണ്ട്. ആ റേഷ്യോ നമുക്ക് പഠിക്കണം. 2:1 ഫ്രം ദ വേർട്ടക്സ്. മൂലയിൽ നിന്നും 2:1 എന്ന അംശബന്ധത്തിലാണ് ഇവ എന്ത് ചെയ്യുന്നത്, ഭാഗിക്കപ്പെടുന്നത്. മൂലയിൽ നിന്നും 2:1 എന്ന അംശബന്ധത്തിലാണ് ഇവ എന്ത് ചെയ്യുന്നത്, ഭാഗിക്കപ്പെടുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ വേർട്ടക്സിൻ്റെ അടുത്തേക്ക് വലിയ ഭാഗം ഉണ്ടാവും, അത് കഴിഞ്ഞ് ചെറിയ ഭാഗം ഉണ്ടാവും. നോക്കിയൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലുതാണ്, ഇവിടെ ചെറിയ ഭാഗമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിയ ഭാഗമാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് ചെറുതേക്ക് പോകും. അപ്പോൾ 2:1 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ പാർട്ടിനെയും 1 റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ പാർട്ടിനെയും, 2 ഈ പാർട്ടിനെയും 1 ഈ പാർട്ടിനെയും, 2 ഈ പാർട്ടിനെയും ഈ പാർട്ടിനെയും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ അയാളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ പേജ് നമ്പർ 58 ക്വസ്റ്റ്യൻസിലേക്ക് മെല്ലെ പോകാം. ഒരുപാട് സബ് ക്വസ്റ്റ്യനുകളോട് കൂടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. Draw a right triangle and draw the perpendicular from the midpoint of the hypotenuse to the base. ക്വസ്റ്റ്യൻ്റെ മെയിൻ പാർട്ടാണ്. ഒരു മട്ട ത്രികോണം വരച്ച് കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരയ്ക്കുക. മക്കളെ, ഓൾറെഡി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ്, ഒരു മട്ട ത്രികോണത്തെ കുറിച്ചാണ്. അതാണ് ഈ കാണുന്ന ആൾ. ഞാൻ അയാൾക്ക് ഇപ്പോഴേ മക്കളെ നെയിം ചെയ്ത് പോകാം. ലെറ്റ് ഇറ്റ് ബി ABC. ABC എന്ന് പറയുന്നതാണ് നമ്മുടെ വലിയ മട്ട ത്രികോണം, റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നു
ഡ്രോ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന്. ഈ കാണുന്നതാണ് അയാൾ. ഞാൻ തൽക്കാലം അയാൾക്ക് എക്സ് എന്ന് പേര് കൊടുക്കുന്നുണ്ട് കേട്ടോ. കർണത്തിൻ്റെ മധ്യബിന്ദുവിന് എക്സ് എന്ന് പേര് കൊടുക്കുന്നുണ്ട്. പാദത്തിലേക്ക് ലംബം വരയ്ക്കുക. ഓക്കെ, പാദത്തിലേക്ക് ലംബം വരയ്ക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ബേസ്. ഇവിടുത്തെ ബേസ് പാദം എന്ന് പറയുന്ന ഇയാളാണ്. അങ്ങോട്ടേക്ക് വരച്ചിട്ടുണ്ട്. ആ പോയിന്റിന് ഞാൻ വൈ എന്നും പേര് കൊടുക്കാം. ഇനി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദ വെർട്ടിക്കൽ സൈഡ് ഓഫ് ലാർജ് ട്രയാങ്കിൾ. ഈ ലംബം വലിയ ത്രികോണത്തിൻ്റെ ലംബത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബിയുടെ പകുതിയാണ് എന്നുള്ള റിലേഷനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്തെടുക്കാനുള്ളത്. ഒന്നുകൂടി പറയാം, എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബിയുടെ പകുതിയാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കുക, നമുക്ക് എഴുതി തുടങ്ങാം. എന്തായാലും ഇവിടെ ഒരു ട്രയാങ്കിളിനെ കുറിച്ച് പറയുന്നുണ്ട്. കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി. മലയാളം മീഡിയക്കാരെ എഴുതുമ്പോൾ എ ബി സി എന്ന മട്ട ത്രികോണം പരിഗണിക്കുക. മക്കളെ, നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന എക്സിൻ്റെ പ്രത്യേകത ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എക്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് ആ എക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏത് സൈഡിൻ്റെ എ സി. മിഡ് പോയിന്റ് ഓഫ് എ സിയുടെ മധ്യബിന്ദുവാണ് എക്സ്. അത് പോരാഞ്ഞിട്ട് ഈ എക്സ് വൈ എന്ന് പറയുന്ന വരയ്ക്ക് മറ്റൊരു പ്രത്യേകത ഇവിടെ ഞാൻ പറയുന്നു. അയാൾ സി ബിക്ക് പാരലാണ്, സമാന്തരമാണ്. എങ്ങനെ എനിക്ക് പറയാൻ വേണ്ടി പറ്റിയെന്ന് മനസ്സിലായോ? ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ കാണുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്. അപ്പം ഞാൻ ആ പോയിന്റ് കൂടി എഴുതുന്നുണ്ട് മക്കളെ. എക്സ് വൈ പാരലൽ ടു ബി സി. അതിൻ്റെ ഡെഫിനേഷൻ ഒന്നും എഴുതാൻ വേണ്ടി, കാരണം അവിടെ വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, അവർ തന്നിട്ടുള്ള ഡാറ്റയാണ്. ഞാനപ്പോൾ അതുകൊണ്ട് അതും എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിൽ നിന്ന് മറ്റൊരു സൈഡിന് പാരലായിട്ട് നീങ്ങുന്ന ലൈന് സ്വാഭാവികമായും കടന്നു പോകുന്നത് മൂന്നാമത്തെ സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും. നമ്മൾ പഠിച്ചതാണല്ലോ. ഒരു സൈഡിൻ്റെ മിഡ് പോയിന്റ് മറ്റൊരു സൈഡിന് പാരലായിട്ട് പാസ് ചെയ്യുന്ന ലൈന് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ആരിലൂടെ ആയിരിക്കും മക്കളെ? തേർഡ് സൈഡിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും. നമ്മൾ പഠിച്ചതാണ്. നമുക്ക് അയാളെ ജസ്റ്റ് ഒന്ന് ഡെഫിനേഷനായിട്ട് എഴുതി വയ്ക്കാം. ദ ലൈൻ പാരലൽ ടു എ സൈഡ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് another side meets the third side at its midpoint. മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതുക? ഒരു വശത്തിന് സമാന്തരവും മറ്റൊരു വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെയും കടന്നു പോകുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ ആയിരിക്കും കടന്നു പോവുക എന്ന് നമുക്കവിടെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത് ആരാ മക്കളെ? ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ആണ്. അയാൾ സ്വാഭാവികമായും തേർഡ് സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും എന്ന് നമുക്ക് അറിയാം. ദാറ്റ് ഇസ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഹാഫ് സി ബി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം നമുക്ക് അയാളുടെ ഡെഫിനിഷൻ അവിടെ എഴുതി ചേർക്കാം. ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് പാരലൽ ടു third side is half the length of third side. മലയാളം പഠിക്കാൻ എങ്ങനെ എഴുതുക? ഏതൊരു ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെങ്കിൽ ആ വരയുടെ നീളം മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും. നമ്മുടെ പ്രൂഫ് അങ്ങനെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ അവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. Prove that the distance from the midpoint of the hypotenuse to the three vertices of the large triangle are equal. വലിയ ത്രികോണത്തിൻ്റെ കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് മൂന്ന് മൂലകളിലേക്കുമുള്ള അകലം തുല്യമാണെന്ന് തെളിയിക്കുക. എടാ, നമ്മൾ നേരത്തെ കൊടുത്തു വെച്ച പേര് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എ ആയിരുന്നു, ഇത് ബി ആയിരുന്നു, ഇത് സി ആയിരുന്നു, ഇയാൾ എക്സ് എന്നും ഇയാൾ വൈ എന്നും കൊടുത്തു. ഈ കാണുന്നതിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ മിഡ് പോയിന്റ്, നമ്മുടെ കർണത്തിൻ്റെ മധ്യബിന്ദു എന്ന് പറയുന്നത് എക്സ് ആണ്. ഇവിടെ നിന്ന് ഓരോ മൂലയിലേക്കുമുള്ള ഓരോ വേർട്ടക്സിലേക്കുമുള്ള ലെങ്ത് സെയിം ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയേണ്ടത് ഈ കാണുന്ന ദൂരവും ഇവിടുന്ന് ഈ കാണുന്ന ദൂരവും സെയിം ആണെന്ന്. ഫോർ എക്സാമ്പിൾ എ എക്സ്, എക്സ് സി ആൻഡ് ബി എക്സ്, ഈ മൂന്ന് സൈഡ് ഈക്വൽ ആണ് എന്നാണ് നമുക്ക് പറയേണ്ടത്. എടാ, അതിൽ
1, 2, 3 പാർട്ടുകളിൽ 1ഉം 2ഉം ഓൾറെഡി ഈക്വൽ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാൻ അത് എഴുതിക്കൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആസ് എക്സ് ഇസ് ദ മിഡ് പോയിന്റ്, ആരുടെ മിഡ് പോയിന്റ് മക്കളെ? ഓഫ് എ സിയുടെ മധ്യബിന്ദു അല്ലേ? എ സിയുടെ മധ്യബിന്ദു എക്സ് ആയതിനാൽ നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി പറ്റും. ഇതിൽ ഈ കാണുന്ന വരയും ഈ കാണുന്ന വരയ്ക്കും ഒരേ നീളമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതിൻ്റെ പകുതി ഭാഗം നമ്മൾ അപ്പോൾ തന്നെ പ്രൂവ് ചെയ്യുന്നു. എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സി. ഞാൻ അയാളെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ഈ രണ്ടാൾക്കാർ കൂടാതെ നമുക്ക് പറയാനുള്ള ഒരാളെന്ന് പറയുന്ന ഇയാളെയാണ്. ഞാൻ ജസ്റ്റ് അയാളെ ഒന്ന് വരച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് എഴുതിയിട്ട് അങ്ങോട്ടേക്ക് പോകാം. ജോയിൻ ആ കാണുന്ന സൈഡിൻ്റെ പേര് എക്സ് ബി ആണ്. ജോയിൻ എക്സ് ബി. ഞാനൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണലി നമ്മൾ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് ഞാൻ അയാളൊന്ന് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എക്സ് ബി പോലെ ഒരാളെ വന്നപ്പോൾ മക്കളെ നമുക്ക് 2 ട്രയാങ്കിൾസ് അവിടെ ഫോം ചെയ്തത് കാണാൻ വേണ്ടി സാധിക്കും. ട്രയാങ്കിൾ നമ്പർ 1 ആൻഡ് ട്രയാങ്കിൾ നമ്പർ 2. ഒന്ന് ഇയാളാണ്. നമുക്ക് അവരുടെ പേരൊന്ന് നോക്കുകയാണെങ്കിൽ കൺസിഡർ ട്രയാങ്കിൾ AYX, ആദ്യത്തെ ആൾ കേട്ടോ, AYX ആൻഡ് ട്രയാങ്കിൾ രണ്ടാമത്തെ ആൾ BYX, ഒന്നാമത്തെ ആൾ ഇത് രണ്ടാമത്തെ ആൾ. ത്രികോണം AYX, ത്രികോണം BYX പരിഗണിക്കുക. ഇവിടെ എന്തൊക്കെ ഈക്വൽ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം മക്കളെ. എടാ ഈ കാണുന്നതിൽ y എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെന്നും അങ്ങനെയാണെങ്കിൽ AYക്കും YBക്കും ഒരേ നീളമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ് ഞാൻ എഴുതുന്നു AY ഇസ് ഈക്വൽ ടു YB. അതിൻ്റെ ബ്രാക്കറ്റ് ഞാൻ ജസ്റ്റ് റീസൺ കൊടുക്കുന്നുണ്ട് മക്കളെ. Y ഇസ് ദ മിഡ് പോയിന്റ് എന്ന് പറയുന്ന റീസൺ അവിടെ കൊടുത്തു വയ്ക്കുന്നുണ്ട്. AY സമം YB ബ്രാക്കറ്റിൽ മലയാളം മീഡിയക്കാർ എഴുതണം Y മധ്യബിന്ദുവാണ് എന്ന് എഴുതി വെക്കണം. പോരാത്തതിന് രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കാണുന്ന ട്രയാങ്കിളിലും XY ഉണ്ട്, ഈ കാണുന്ന ട്രയാങ്കിളിലും XY ഉണ്ട്. അപ്പോൾ XY എന്ന് പറയുന്ന ആളുടെ നീളത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ 2 ട്രയാങ്കിളിലുള്ള XYക്ക് ഒരേ നീളമായിരിക്കും. XY പൊതുവശമാണ്. ഞാൻ അയാളൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. XY ഇസ് ഈക്വൽ ടു XY ബ്രാക്കറ്റിൽ പൊതുവശം അഥവാ കോമൺ സൈഡ് എന്നുകൂടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഈ കാണുന്ന സ്ഥലത്ത് 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ, രേഖീയ ജോഡികൾ നമുക്കറിയുന്ന സാധനമാണ്. അപ്പോൾ 2 സ്ഥലത്തും ഒരു ആംഗിൾ സെയിം ആണ്. അപ്പോൾ ഞാൻ അതും കൂടി എഴുതി വയ്ക്കാം. ആംഗിൾ AYX ഇസ് ഈക്വൽ ടു ആംഗിൾ BYX ബ്രാക്കറ്റിൽ 90 ഡിഗ്രി എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ മക്കളെ. രണ്ടും 90 ഡിഗ്രിയാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വലുതാക്കാനില്ല മക്കളെ. ഈ കാണുന്ന 2 ട്രയാങ്കിളിലെയും 2 സൈഡുകളും സെയിം ആണ്, ഒരു ആംഗിളും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് പറയാൻ വേണ്ടി പറ്റും therefore അതിനാൽ ട്രയാങ്കിൾ AYX ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ BYX. പറഞ്ഞൂടെ? അതിനാൽ ത്രികോണം AYX, ത്രികോണം BYX തുല്യ ത്രികോണങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ റീസൺ എഴുതാം. 2 sides and one angle are same എന്ന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതുപോലെയുള്ള വലിയ ഡെഫിനിഷനുകളെ എഴുതി ചേർക്കുന്നില്ല മക്കളെ. അങ്ങനെ ഇയാൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വലായ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളും സെയിം ആവണ്ടേ? അപ്പോൾ ഈ 2 ആംഗിൾസ് സെയിം അല്ലേ? ഇവർക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും സെയിം ആയിരിക്കണമല്ലോ. ദാറ്റ് ഈസ് നമ്മൾ എഴുതുന്ന രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. ഈ കാണുന്ന ആൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് AX ആണ്. AX ഇസ് ഈക്വൽ ടു ഈ കാണുന്ന ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ XB ആണ്. AX ഇസ് ഈക്വൽ ടു XB എന്ന് പറയുന്ന സൈഡ് AX സമം XB. എടാ അവിടെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ റീസൺ ഒന്ന് പ്ലോട്ട് ചെയ്തിടാം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ് എന്ന് എഴുതി വയ്ക്കാം. എടാ അപ്പോൾ നേരത്തെ ഞാൻ അവിടെ ഈ കാണുന്ന ആളെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിച്ചതുപോലെ ഞാൻ ഈ റീസൺ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ള ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ മക്കളെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്യാം. ഫ്രം 1 and 2 ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സിംപ്ലി ഒന്ന് കമ്പയർ ചെയ്ത് വയ്ക്കാം. നോക്കടാ, ആദ്യത്തെ നമ്മൾ പറയുന്നു AXഉം XCയും ഈക്വൽ ആണെന്ന്. രണ്ടാമത്തെ ഇക്വേഷനിൽ പറയുന്നു AXഉം XBയും ഈക്വൽ ആണെന്ന്. AXഉം XCയും ഈക്വൽ ആണ്, AXഉം XBയും ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം
എ എക്സും എക്സ് യും എക്സ് ബിയും എന്താണെന്ന മക്കളെ ഈക്വൽ ആണ്. അപ്പോൾ എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു ബി എക്സ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള 3 സൈഡ്സിനും ഒരേ നീളമാണ് അല്ലേ. ഈ കാണുന്ന നമ്മുടെ മിഡ് പോയിന്റിൽ നിന്ന് വരച്ചിരിക്കുന്ന 3 സൈഡുകൾക്കും ഒരേ നീളമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാം സബ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ സർക്കംസെന്റർ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടന്യൂസ്. ഒരു മട്ട ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവാണെന്ന് തെളിയിക്കുക. മക്കൾ നമുക്കവിടെ ഡിസ്കസ് ചെയ്യേണ്ട വാക്കുണ്ട് സർക്കംസെന്റർ. മേ ബി മക്കൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും പറഞ്ഞിട്ടുള്ള വാക്ക് അല്ലെ, പരിവൃത്ത കേന്ദ്രം. അയാൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഒരു സ്ലൈഡ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് നോക്കാം കേട്ടോ. പരിവൃത്തം, സർക്കം സർക്കിൾ, പരിവൃത്ത കേന്ദ്രം, സർക്കം സെന്റർ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ സർക്കം സർക്കിൾ എന്ന് പഠിക്കാം. എ സർക്കിൾ ദാറ്റ് പാസസ് ത്രൂ ഓൾ 3 വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ. ഒന്ന് മനസ്സിലാക്കാൻ പാടുപെടേണ്ട, അവിടെ നോക്കിക്കോ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, അയാളുടെ എല്ലാ കോർണറുകളിലും എല്ലാ വേർട്ടിസസിലൂടെയും കടന്നു പോകുന്ന സർക്കിളിനെയാണ് നമ്മൾ സർക്കം സർക്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു ത്രികോണത്തിൻ്റെ എല്ലാ മൂലകളിലൂടെയും കടന്നു പോകുന്ന വൃത്തത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പരിവൃത്തം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ്, എവറി ട്രയാങ്കിൾ ക്യാൻ ഹാവ് 1 and only such സർക്കിൾ. അത്തരത്തിൽ ഒരൊറ്റ വൃത്തം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മക്കളെ, വരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ ത്രികോണത്തിനും അങ്ങനത്തെ ഒരാൾ ഉണ്ടാവുന്നില്ല. തേർഡ് പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വലിയ ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സ്ലൈഡാണ്. നമുക്ക് ഈ 2 പോയിന്റുകൾ മതി. സർക്കം സെന്റർ അതാണ് നമുക്ക് അടുത്ത വേണ്ട. പരിവൃത്ത കേന്ദ്രം അത് നമുക്ക് അടുത്ത വേണ്ട ആള്. ദ സെന്റർ ഓഫ് സർക്കം സർക്കിൾ. പരിവൃത്തത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ്, പരിവൃത്തത്തിന്റെ കേന്ദ്ര ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പരിവൃത്ത കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, ബാക്കിയുള്ള 2 സാധനങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ മക്കൾ ഇന്ന് എൻ്റെ അടുത്തേക്ക് ശ്രദ്ധിക്കുക. ഞാൻ പറയുമ്പോൾ നോക്കടാ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാ വേർട്ടക്സും, എല്ലാ സൈഡിലോട്ട് എല്ലാ വേർട്ടക്സും എല്ലാ മൂലകളും ടച്ച് ചെയ്യുന്ന ഇതപ്പോൾ ബി ഉണ്ട്, എ ഉണ്ട്, എല്ലാവരും ടച്ച് ചെയ്യുന്ന പോലെ ഒരു സർക്കിൾ ഞാൻ വരച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരിവൃത്തം അഥവാ സർക്കം സർക്കിൾ എന്ന് പറയുന്നത്. എടാ, ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവുമല്ലോ മക്കളെ, ഉറപ്പാണ്. അയാൾ ഇവിടെ എവിടെ ഒരു സെന്റർ ഉണ്ട് നമുക്ക് വിചാരിക്കാം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. എടാ, ഈ സി എന്ന് പറയുന്നത് വൃത്തത്തിലൊരു പോയിന്റായി, ബി എന്ന് പറയുന്നത് വൃത്തത്തിലൊരു പോയിന്റായി, എ എന്ന് പറയുന്നത് വൃത്തത്തിലൊരു പോയിന്റായി. ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ വൃത്തത്തിലെ പോയിന്റ് ആകുന്ന സമയത്ത് ഇവരിൽ നിന്നുമൊക്കെ ഒരേ അകലത്തിലുള്ള ഒരു പോയിന്റിന് മാത്രമേ എന്താവാൻ വേണ്ടി സാധിക്കുള്ളൂടാ, ഈ വൃത്തത്തിന്റെ കേന്ദ്രമാകാൻ സാധിക്കും. കാരണം വെച്ചാൽ മക്കളൊന്ന് ആലോചിച്ചൊക്കെ, ഇവിടെ നമ്മളൊരു കോമ്പസ് സെറ്റ് ചെയ്ത് ഒരു വൃത്തം വരച്ച് എല്ലാവരും അതിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ദൂരം, ഈ കാണുന്ന ദൂരം, ഈ കാണുന്ന ദൂരമൊക്കെ സെയിം ആയിട്ട് മാറേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ തെളിവ് അവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ്. സോ എക്സ് ഈസ് ദ സർക്കം സെന്റർ, എക്സ് ഇസ് ദ സർക്കം സെന്റർ. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സിനെ പരിവൃത്ത കേന്ദ്രമാണ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രൂവ് ദാറ്റ് ഇൻ എനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ദ സർക്കം സെന്റർ, ഓർത്തോ സെന്റർ ആൻഡ് സെൻട്രോയിഡ് കോയിൻസൈഡ്. ഏതു സമഭുജ ത്രികോണത്തിൻ്റെയും പരിവൃത്ത കേന്ദ്രം, ലംബകേന്ദ്രം, മധ്യമകേന്ദ്രം ഇവയെല്ലാം ഒരേ ബിന്ദുവാണ് എന്ന് തെളിയിക്കുക. ഒരേ പോയിന്റ് ആണ് എന്ന് തെളിയിക്കാൻ. എടാ, ഇതിൽ കോയിൻസൈഡ് എന്ന് പറയുന്ന വാക്ക് മലയാളം മീഡിയക്കാരെ സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടാവാൻ, ഒരേ ബിന്ദുവാണ് തെളിയിക്കുക ഡയറക്റ്റ് ആണ്. കോയിൻസൈഡ് എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, ടു ഒക്യുപ്പൈ ദ സെയിം പ്ലേസ് ഇൻ സ്പേസ് എന്നാണ്. ഓക്കെ, ഇവർ രണ്ടാളും ഒരേ സ്ഥലം ഉപയോഗിക്കുക, തന്നെയാണ് രണ്ടും ഒരു പോയിന്റ് ആണ് എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെ നമ്മളോട് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞത്, ആരൊക്കെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ള മക്കളെ? സർക്കം സെന്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരിവൃത്ത കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓർത്തോ സെന്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആരാണടാ ലംബ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല സെൻട്രോയിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മധ്യമ കേന്ദ്രത്തെ കുറിച്ച്. ഇവരൊക്കെ ഒറ്റ പോയിന്റ് തന്നെയാണ്. ഈ പറഞ്ഞിട്ടുള്ള 3 ആളുകളും ഒറ്റ പോയിന്റ് തന്നെയാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും മക്കളെ, തെളിയിക്കാനുണ്ടാവുക. അതിന് മുന്നേ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ആളുകളും ആരൊക്കെയാണെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സർക്കം സെന്റർ, ഇത് പഠിക്കണേ. സർക്കം സെന്റർ, ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. പരിവൃത്ത കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് പരിവൃത്ത കേന്ദ്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഓർത്തോ സെന്റർ, ഇന്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ്. ലംബ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൂലകളിൽ നിന്നും വരയ്ക്കുന്ന ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെയാണ് ലംബകേന്ദ്രം എന്ന് വിളിക്കുന്നത്. അവസാനം സെൻട്രോയിഡ് ആണുള്ളത്, മധ്യമ കേന്ദ്രം, ഇന്റർസെക്ഷൻസ് ഓഫ് മീഡിയൻസ്, നടുവരകൾ കൂട്ടിമുട്ടുന്ന. അപ്പോൾ എടാ, ഈ കാണുന്ന ആളുടെ സർക്കം സെന്ററും
ഓർത്തോ സെൻട്രും സെൻട്രോയിഡും ഒന്ന് തന്നെയാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. പരിവൃത്ത കേന്ദ്രവും ലംബകേന്ദ്രവും മധ്യമ കേന്ദ്രവും ഒരേ പോയിന്റ് ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, തെളിയിക്കാനുള്ളത്. പോരാത്തതിന് ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ച്, സമഭുജ ത്രികോണത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എഴുതി തുടങ്ങാം കേട്ടോ. ലെറ്റ് ABC be an equilateral triangle. ABC ഒരു സമഭുജ ത്രികോണമാണ് എന്ന് എഴുതിക്കൊണ്ട് തുടങ്ങാം. ഞാനൊരു റഫ് ഫിഗർ ഈ കാണുന്ന ആൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഒരാളെ വരച്ചു വെക്കുന്നുണ്ട്. ഞാൻ അയാൾക്ക് പേര് കൊടുത്തു വയ്ക്കാം, ABC. അവിടെ ഇരിക്കട്ടെ. ആൻഡ് ഞാൻ മറ്റൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട്. നോക്കിയടാ, ഈ കാണുന്നതിൽ തൽക്കാലം BCയുടെ മിഡ് പോയിന്റിനെ ഞാൻ D എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. D is the midpoint of ആരടാ, BC. അടുത്തത് join AD the median. AD എന്ന നടുവര വരയ്ക്കുക. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലായല്ലോ. കാരണം നമുക്കറിയാം, മൂലയിൽ നിന്നും എതിരെയുള്ള വശത്തിലേക്ക് വരയ്ക്കുന്ന വരയെ വിളിക്കുന്ന പേരാണ് നടുവര എന്ന് പറയുന്നത്. മക്കളെ, ഇപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയില്ലേ, ഒന്ന് ഇയാളാണ്, ഒന്ന് ഇയാളാണ്. ഓക്കെ, ഞാൻ രണ്ടാളെ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാളുകളെ ഒന്ന് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ BDA ആൻഡ് ട്രയാങ്കിൾ CDA. മക്കളെ, ഈ കാണുന്ന ട്രയാങ്കിളിലെ ABയും ACയും ഈക്വൽ ആയിരിക്കുമല്ലോ. AB is equal to AC. ബ്രാക്കറ്റിൽ സൈഡ്സ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. AB സമം AC ആവാനുള്ള കാരണം അവർ ആരുടെ വശങ്ങളായിരുന്നു, സമഭുജ ത്രികോണത്തിൻ്റെ വശങ്ങളായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരാൾ AD എന്ന് പറയുന്ന ആൾ ഈ ട്രയാങ്കിളിലുണ്ട്. ഞാൻ ആ പോയിന്റ് എഴുതുന്നുണ്ട് കേട്ടോ. AD is equal to AD, സെയിം സൈഡ് അല്ലെങ്കിൽ കോമൺ സൈഡ്. മലയാളം മീഡിയക്കാരെ എഴുതേണ്ടത് മക്കളെ പൊതുവശം എന്നാണ്. കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്ന ചെങ്ങായും ഈക്വൽ ആണ്. കാരണം എന്താ, D എന്ന് പറയുന്ന ആൾ മിഡ് പോയിന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നു BD is equal to DC. ബ്രാക്കറ്റിൽ D is the midpoint എന്നും എഴുതി ചേർക്കുന്നുണ്ട്. BD സമം DC, കാരണം D മധ്യബിന്ദുവാണ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനാൽ ട്രയാങ്കിൾ ആരൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, BDA is equal to ട്രയാങ്കിൾ CDA. ത്രികോണം BDA സമം ത്രികോണം CDA. ഇവ തുല്യ ത്രികോണങ്ങളാണ്. എന്ത് കാരണം കൊണ്ടാണ് മക്കളെ, 3 sides are same. 3 വശങ്ങളും എന്താണ് മക്കളെ, തുല്യമാണ്. വലിയൊരു ഇക്വേഷനിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ മക്കളെ, ഈ കാണുന്ന ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറഞ്ഞൂടെ. ബിക്കോസ് അവരെന്താണ്, ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡുകൾക്ക് ഒപ്പോസിറ്റ് ഉള്ള ആംഗിളുകളാണ്. ആദ്യത്തെ ആളുടെ പേര് ഞാൻ ADB എന്ന് വിളിക്കുന്നുണ്ട്. ആംഗിൾ ADB is equal to. രണ്ടാമത്തെ ആളുടെ പേര് ഞാൻ ADC എന്ന് വിളിക്കുന്നുണ്ട്. ആംഗിൾ ADC. ബ്രാക്കറ്റിൽ റീസൺ കൊടുക്കാം. ആംഗിൾസ് opposite to equal sides. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. എടാ, തുല്യമാണെന്നുള്ളത് മാത്രമല്ല, ഇവർ രേഖീയ ജോഡികൾ കൂടിയാണ്. ദേ ഫോം ലീനിയർ പെയേഴ്സ് അല്ലേ. അപ്പോൾ നമുക്കതറിയാം, ദേ ഫോം ലീനിയർ പെയേഴ്സ്. അവ രേഖീയ ജോഡികൾ കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാളും കൂടെ കൂട്ടിയാൽ മക്കളെ 180 കിട്ടണം. അതിൽ രണ്ടാൾക്കാരും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആംഗിളും എത്ര വീതമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആംഗിൾ ADB is equal to ആംഗിൾ ADC is equal to 90 ഡിഗ്രി. അല്ലെങ്കിൽ 180 ഡിവൈഡഡ് ബൈ 2, 180നെ 2 കൊണ്ട് ഹരിച്ച് ഓരോ ആളുകളും 90 വീതമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മക്കളെ, അപ്പൊ നോക്കടാ, ഈ കാണുന്ന രണ്ട് ആംഗിളുകളും 90 ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ. അപ്പൊ സത്യം പറഞ്ഞാൽ AD എന്ന് പറയുന്ന വര ഇവിടെ 90 ഫോം ചെയ്യുന്നു, ഈക്വലി സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ AD എന്ന് പറയുന്ന വരയെ കുറിച്ച് എന്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും, പെർപെൻഡിക്കുലർ ആണെന്നും അതുപോലെ തന്നെ ഇയാൾ ബൈസെക്ടർ ആണെന്നും. അപ്പൊ ഞാൻ അവിടെ എഴുതുന്നു വിച്ച് മീൻസ് ദാറ്റ് ഈസ് AD is the perpendicular bisector. AD is the perpendicular bisector of BC എന്ന് എഴുതുന്നുണ്ട്. AD is the perpendicular bisector of BC എന്ന് എഴുതുന്നുണ്ട്. AD
ബി സിയുടെ ലംബ സമഭാജിയാണ് എന്ന് എഴുതി ചേർക്കുന്നു. ഈ എ ഡി എന്ന് പറയുന്ന ആള് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുന്നു. അങ്ങനെ എ ഡി എന്ന് പറയുന്ന ആള് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അയാളുടെ പേര് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്നല്ലേ, ഉയരം എന്നല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ എഴുതുന്നത് നോക്കിക്കോ. വിച്ച് മീൻസ് എ ഡി ഈസ് ഹൈറ്റ്. എ ഡി ഇസ് ഹൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന അതേ വാക്ക് ഉപയോഗിക്കാം. എ ഡി ഇസ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. എ ഡി ആൾട്ടിറ്റ്യൂഡ് മാത്രമാണോ? കോമ, അയാൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് എന്നും പറയുന്നുണ്ട്. കോമ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഉയരമാണ്, ലംബ സമഭാജിയാണ്. പോരാത്തതിന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടടാ മീഡിയനും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളെ ഏറ്റവും സിമ്പിൾ ആക്കി എഴുതുകയാണെങ്കിൽ മക്കളെ, എ ഡി ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈക്വൽ ടു മീഡിയൻ എന്ന് വേണം ഞാൻ എഴുതാൻ വേണ്ടിയിട്ട്. എങ്ങനെ എഴുതുക മക്കളെ? എ ഡി സമം ഉയരം സമം ലംബ സമഭാജി സമം നടുവര എന്ന് വേണം ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സിമിലർലി for other sides also altitude equal to perpendicular bisector equal to median. അതുപോലെ മറ്റ് വശങ്ങൾക്കും ഉയരം സമം ലംബ സമഭാജി സമം നടുവര എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക്, അപ്പോൾ ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മക്കളെ ജസ്റ്റ് ഇയാളൊന്ന് കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. അതിന് ഇയാൾ നമുക്ക് കോപ്പി ചെയ്തേ തീരുള്ളൂ. ഇയാളെ വെച്ചിട്ട് നമ്മൾ ആ ഡെഫിനിഷൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സെയിമാ, ആൾട്ടിറ്റ്യൂഡ് സെയിമാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെയിമാണ്, മീഡിയൻ സെയിമാണ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ വേണ്ടി പോട്ടെ. ഈ ആൾട്ടിറ്റ്യൂഡിന് പകരം ഇന്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ് എന്ന് എഴുതുന്നു കേട്ടോ. ഇന്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ്, ഉയരങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു സമം പെർപെൻഡിക്കുലർ ബൈസെക്ടറിന് പകരം ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈക്വൽ ടു ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു സമം മീഡിയൻ, പകരം അയാളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിട്ട് എഴുതുകടാ ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിനെ മാറ്റി ഇന്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ് ആക്കി, പെർപെൻഡിക്കുലർ ബൈസെക്ടറിനെ മാറ്റി ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആക്കി, മീഡിയം മാറ്റി ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻ ആക്കി. ഉയരം മാറ്റി ഉയരങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദു ആക്കി, ലംബ സമഭാജിനെ മാറ്റി മക്കളെ ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു ആക്കി, നടുവര മാറ്റി നടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു. ഇനി ഓരോരുത്തരുടെ പേര് എഴുതാം. ഈ ഇന്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ്, നമ്മുടെ ഉയരങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? പേര് പഠിച്ചിട്ടുണ്ട്, ലംബകേന്ദ്രം അഥവാ ഓർത്തോ സെന്റർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഓഫ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂട്ടിമുട്ടുന്ന ആളുടെ പേര് നമ്മൾ പഠിച്ചാണ് സർക്കം സെന്റർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എഴുതി വെക്കുന്നു, സർക്കം സെന്റർ. അത് കഴിഞ്ഞിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഓഫ് മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്, സെന്ററോയിഡ് അഥവാ നമ്മൾ മലയാള ടേം അതിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു മധ്യമ കേന്ദ്രം, സെന്ററോയിഡ് എന്നാണ്. അങ്ങനെയാണ് ഈ മൂന്നാളുകളും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെക്കുന്നത്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു പഠിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ ദ പിക്ചർ ബിലോ the medians of the triangle divides it into 6 small triangles. അപ്പോൾ വെറുതെ ഒരു വര വരച്ചല്ലോ കേട്ടോ, മീഡിയൻ ആണ്, നോട്ട് ദ പോയിന്റ്. ചിത്രത്തിലെ ത്രികോണത്തെ നടുവരകൾ 6 ചെറു ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കും. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6 ത്രികോണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്, ട്രയാങ്കിൾസ്. പ്രൂവ് ദാറ്റ് ഓൾ 6 triangles ഹാവ് സെയിം ഏരിയ. ഈ 6 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്നാണ് തെളിയിക്കേണ്ടത്. ഒരേ ഏരിയ. അപ്പം നമുക്ക് ഈ കാണുന്ന ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH ഫോർ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ പരപ്പളവ്, ത്രികോണത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട് ഹാഫ് BH. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിയും എച്ചും ആണ് ഏരിയനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പരപ്പളവിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ 2 ത്രികോണങ്ങളുടെ ഏരിയാസ് ഈക്വൽ ആവുക എന്ന് പറയുന്നത് ഒരേ ബേസും ഒരേ ഹൈറ്റും വരിക എന്നുള്ളതാണ് നമ്മളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഞാൻ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഡയഗ്രത്തിന് ഒരു പേരൊക്കെ കൊടുത്തു വയ്ക്കാം. ലെറ്റ് ഇറ്റ് ബി ABC ഫോർ ട്രയാങ്കിൾ. പിന്നെ ഈ മീഡിയൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അത് മീഡിയൻസ് കൊണ്ടുപോയി മീഡിയൻസ് വരച്ചിരിക്കുന്ന മിഡ് പോയിന്റുകൾ, നടുവരകൾ വരച്ചിരിക്കുന്ന മധ്യബിന്ദുക്കൾക്ക് P എന്നും Q എന്നും R എന്നും അതുപോലെ തന്നെ പേര് കൊടുത്തു വയ്ക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എഴുതി തുടങ്ങാം. ഇൻ
ട്രയാങ്കിൾ എ ബി സി എന്ന ത്രികോണത്തിൽ പി കൊമ ക്യൂ കൊമ ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്. പി കൊമ ക്യൂ കൊമ ആർ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. അത് എവിടുന്ന് കിട്ടിയതാ മക്കളെ ഐഡിയ? നമ്മളോട് മീഡിയൻ ആണ് വരച്ചിട്ടുള്ളത്, നടുവരകളാണ് വരച്ചിട്ടുള്ളതെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ചോദ്യം പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഈ കാണുന്ന മീഡിയൻ എല്ലാം കൂടെ ചെന്ന് ഇന്റർസെക്ട് ചെയ്യുന്ന, കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലോ. ഞാൻ അയാൾക്ക് തൽക്കാലത്തേക്ക് എസ് എന്നൊരു പേര് കൊടുക്കുന്നുണ്ട്. ലെറ്റ് എസ് ബി ദ അവിടെ ശരിക്കും എടുത്ത് പറയാൻ പറ്റിയൊരു പേരുണ്ട്, സെന്ററോയിഡ്. എസ് ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രമാണ് എന്ന്, ഇന്റർസെക്ടിങ് പോയിന്റ് ഓഫ് മീഡിയൻസ്, നമ്മുടെ നടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അതിന്റെ ഒറ്റയ്ക്കുള്ള പേര് പഠിച്ചാണ്, ഞാൻ അതുകൊണ്ട് അയാൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ഇതിലുള്ള ട്രയാങ്കിൾസ് നോക്കണം. ഈ കാണുന്ന ആളെയും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓരോരുത്തരായിട്ട് നമുക്ക് എടുത്തു നോക്കാം. കൺസിഡർ ട്രയാങ്കിൾ. ഈ കാണുന്ന ആളുടെ പേര് SAP കേട്ടോ, SAP ആൻഡ് ട്രയാങ്കിൾ. താഴെയുള്ള ആളുടെ പേര് SPB. ത്രികോണം SAP, ത്രികോണം SPB പരിഗണിക്കുക. മക്കളെ നോക്കടാ, ഈ P എന്ന് പറയുന്ന ഇവിടുത്തെ മിഡ് പോയിന്റ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AP എന്ന് പറയുന്ന ആളും PB എന്ന് പറയുന്ന ആളും സെയിം അല്ലേ? AP എന്ന് പറയുന്ന ആളും PB എന്ന് പറയുന്ന ആളും സെയിം അല്ലേ? ഈ കാണുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഹൈറ്റ് എന്ന് പറയുന്ന ആൾ ഇയാളായിരിക്കുമല്ലോ. ഈ കാണുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന ആൾ ഇയാളും ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പല്ലേ, ബേസ് ആൻഡ് ഹൈറ്റ്സ് ആർ സെയിം, which means their areas are also same. അവരുടെ പാദവും ഉയരവും തുല്യമാണ്, അതിനാൽ തന്നെ അവരുടെ പരപ്പളവുകളും തുല്യമായിരിക്കും. സിമിലർലി ഇതുപോലെ നമുക്ക് മറ്റു രണ്ട് ട്രയാങ്കിൾ കൂടി പറയാൻ വേണ്ടി പറ്റുമേ. ട്രയാങ്കിൾ SBQ ആൻഡ് ട്രയാങ്കിൾ SQC ഹാവ് സെയിം ഏരിയ. നോക്കടാ, ആരൊക്കെയാണ്? SBQവിനും SQCക്കും ഒരേ പരപ്പളവായിരിക്കും. അത് മാത്രമാണോ? അല്ല, ഒരാളും കൂടി ഉണ്ട്. ആരാണ്ടാവുക? ട്രയാങ്കിൾ SRA ആൻഡ് ട്രയാങ്കിൾ SRC ഹാവ് സെയിം ഏരിയ. ആരൊക്കെ മക്കളെ? ത്രികോണം SRAക്കും ത്രികോണം SRCക്കും തുല്യ പരപ്പളവുകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞത് ഈ രണ്ടാൾക്കാരുടെ ഏരിയ സെയിം ആണ്. അപ്പം ഞാൻ അവർക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഇയാൾ A ആയിക്കോട്ടെ, ഇയാളും A ആയിക്കോട്ടെ. എടാ, ഈ കാണുന്ന രണ്ടാളുകൾക്കും ഒരേ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആൾ B ആവട്ടെ, ഈ കാണുന്ന ആൾ B ആവട്ടെ, ഈ കാണുന്ന രണ്ടാൾക്കും ഒരേ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ C ആവട്ടെ, ഇയാളും C ആവട്ടെ. നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഓരോ ട്രയാങ്കിളുകളുടെ പേര് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മക്കളെ, ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ SAP ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ SPB ഇസ് ഈക്വൽ ടു നമ്മൾ കൊടുത്തത് A എന്നാണ്. അതേപോലെ അടുത്ത ടീമിൻ്റെ പേര് ആരൊക്കെയാന്ന് നോക്കി വെക്കണം. SBQവും SQCയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ള അടുത്ത ആൾ. അപ്പോൾ അയാൾ നോട്ട് ചെയ്ത് വെക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ SBQ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ആരാ മക്കളെ? SQC ഇസ് ഈക്വൽ ടു B എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ SRA ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ SRC ഇസ് ഈക്വൽ ടു C. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട്. മലയാളം മീഡിയക്കാർ എങ്ങനെയാണ് മക്കളെ ഡിനോട്ട് ചെയ്യുക? ത്രികോണം SAPയുടെ പരപ്പളവ് സമം ത്രികോണം SPBയുടെ പരപ്പളവ് സമം A, ത്രികോണം SBQവിൻ്റെ പരപ്പളവ് സമം ത്രികോണം SQCയുടെ പരപ്പളവ് സമം B, ത്രികോണം SRAയുടെ പരപ്പളവ് സമം ത്രികോണം SRCയുടെ പരപ്പളവ് സമം C എന്ന് വേണം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കൾ നോക്കിയടാ, ഈ Q എന്ന് പറയുന്നത് BCയുടെ മിഡ് പോയിന്റ് അല്ലേ? അങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ ഈ കാണുന്ന രണ്ട് ട്രയാങ്കിളുകളുടെയും ഏരിയ സെയിം ആയിരിക്കുമല്ലോ. കാരണം അവരുടെ ബേസ് സെയിം ആണ്. സ്വാഭാവികമായിട്ട് ഈ പോയിന്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റും എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ഈ രണ്ട് ട്രയാങ്കിളുകൾക്കും ഒരേ ഏരിയ ആയിരിക്കും ഉണ്ടോ? ഞാൻ അതൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതുന്നുണ്ടാവുക? ആസ് Q is the midpoint of ആരുടെ മിഡ് പോയിന്റ് മക്കളെ? BC. അവിടെ രണ്ടാളുകളുടെ ഏരിയ ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABQ ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AQC എന്ന് പറയാൻ വേണ്ടി പറ്റും. ABQ നോക്കിക്കോ, ABQ AQC ഈ രണ്ടാൾക്കാരാണ് ഈക്വൽ എന്ന് പറയാൻ വേണ്ടി പറ്റും.
ഓക്കെ, ഈ കാണുന്ന ആളുകൾക്കുള്ളിൽ ആരൊക്കെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. ഈ എ ബി ക്യു എന്ന് പറയുന്ന ഭാഗത്ത് ആരൊക്കെയുള്ള മക്കളെ, ഒരു എ ഉണ്ട്, ഒരു എ ഉണ്ട്, ഒരു ബി ഉണ്ട്. ഞാനപ്പോൾ പറഞ്ഞിട്ടുള്ള ആളെ അങ്ങനെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. എ ബി ക്യൂടെ ഭാഗത്തിൽ എ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, വീണ്ടും എ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, പിന്നെ ഒരു ബി എന്ന് പറഞ്ഞ പോർഷൻ ഉണ്ട്. അതുപോലെ നേരെ നമ്മൾ ഈ സ്ഥലത്തേക്ക് സെക്കൻഡ് സ്പേസിലേക്ക് നോക്കുമ്പോൾ അവിടെ ഉള്ള ആളുകൾ ഒരു സി ഉണ്ട്, മറ്റൊരു ബി ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സി ബി ആണ് അവിടെ ഉള്ള ഭാഗം അല്ലേ. C+B അതാണ് നമ്മൾ ഏരിയനെ അവിടെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എടാ എയും ചേർത്ത് 2A ആക്കുന്നു, ഈ ഭാഗത്ത് സിയും ചേർത്ത് 2C ആക്കുന്നുണ്ട്. 2A + B = 2C+B എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ബി ഉണ്ട്. ഞാൻ ആ ബീനെ എന്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു മക്കളെ, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ 2A = 2C. 2A എന്ന് പറഞ്ഞാൽ 2C വിച്ച് മീൻസ് എ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ, സി ആണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടി. നമ്മൾ ക്യൂ എന്ന് പറയുന്ന മിഡ് പോയിന്റിന്റെ ബേസിസിലല്ലടാ ഈ രണ്ട് ട്രയാങ്കിളുകൾ എടുത്തത്. ഞാൻ ഇനി അത് മാറ്റിയിട്ട് ആർ എന്ന് പറയുന്ന മിഡ് പോയിന്റിന്റെ ബേസിസിൽ പറയാൻ വേണ്ടി പോവാം. അപ്പോൾ ക്യൂ പറഞ്ഞപ്പോൾ നമ്മൾ ഈ രണ്ട് വലിയ ട്രയാങ്കിളുകളെ പറഞ്ഞത്. ആറാണ് പറയുന്നതെങ്കിൽ മക്കൾ ആരൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക, ഒന്ന് ഈ ട്രയാങ്കിൾ ആയിരിക്കും, മറ്റൊന്ന് ഈ കാണുന്ന ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ആദ്യം അതിന് മുന്നേ ആരുടെ മിഡ് പോയിന്റ് ആണ്, എ സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആർ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സിയുടെ മധ്യബിന്ദുവാണ് ആർ. അങ്ങനെ ആവുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളാണ് മക്കളെ ഉണ്ടാവുക, ദ ആറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ആദ്യത്തെ ആള് ദ ആർ ബി സി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ RBC = ഏരിയ ഓഫ് ട്രയാങ്കിൾ. രണ്ടാമത്തെ ആള് ആരായിരിക്കും മക്കളെ, RBA എന്ന് വിളിക്കുന്നുണ്ട്. RBA. ആർ എ സിയുടെ മധ്യബിന്ദു ആയതിനാൽ ത്രികോണം RBCയുടെ പരപ്പളവ് സമം ത്രികോണം RBAയുടെ പരപ്പളവ് എന്ന് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ഏതൊക്കെ പാർട്ടാണ് അയാൾക്കുള്ളിൽ വരുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. RBC ആണ് ആദ്യം പറഞ്ഞ ആൾ. നോക്കടാ, ഒരു ബി ഉണ്ട്, പിന്നെ ഒരു സി ഉണ്ട്. അപ്പോൾ ഞാൻ അയാളെ B+B+C എന്ന് വിളിക്കുന്നുണ്ട് മക്കളെ. B+B+C എന്ന് വിളിക്കുന്നുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് RBA. RBAയുടെ പരപ്പളവ് RBA. അയാൾക്കുള്ളിൽ ആരാളുള്ള മക്കളെ, എ ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു മക്കളെ, A+C. നമ്മൾ നേരത്തെ കണ്ടാണ്. ആ B+Bനെ മാറ്റിയിട്ട് ഞാൻ എന്ത് എഴുതുന്നുടാ, 2B+C എന്ന് എഴുതുന്നുണ്ട്. A+Aനെ മാറ്റിയിട്ട് 2A+C എന്ന് എഴുതുന്നുണ്ട്. രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ട് കാണുന്ന സീനെ നമ്മൾ നേരത്തെ ബി ക്യാൻസൽ ഔട്ട് ചെയ്ത പോലെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. 2B = 2A എന്ന് കിട്ടുന്നു. വിച്ച് മീൻസ് 2B എന്ന് പറഞ്ഞാൽ 2A ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ, എ ആണെന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ അവിടെ നമുക്ക് ഫോം ചെയ്ത് കിട്ടുന്നു. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ആ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യണം. നോക്കിയാൽ മക്കളെ, ഫ്രം 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യത്തിൽ നിന്ന് നോക്കിയടാ. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പറയുന്നു എയും സിയും ഈക്വൽ ആണ്. രണ്ടാമത്തേൽ പറയുന്നു എയും ബിയും ഈക്വൽ. അപ്പോൾ എയും സി ഈക്വൽ ആണ്, എയും ബിയും ഈക്വൽ ആണ്. ഫ്രം 1 and 2 A = B = C. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇയാൾ ഈക്വൽ ആണ്, ഇയാൾ ഈക്വൽ ആണ്, ചങ്ങായി. അപ്പോൾ ഇവരെല്ലാവരും, ഈ ചങ്ങന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയി എന്ന് പറഞ്ഞു ആണല്ലോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഏരിയ ഓഫ് all small triangles are equal. എല്ലാ ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണ് എന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. മക്കളെ, നാലാമത്തെ ചോദ്യമാണ്. In the picture below, the triangle is divided into 3 small triangles by joining the centroid to the vertices. ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമ കേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തെ 3 ചെറിയ ത്രികോണങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. പ്രൂവ് ദാറ്റ് ഓൾ 3 ട്രയാങ്കിൾസ് ഹാവ് സെയിം ഏരിയ. 3 ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. എടാ, ഞാൻ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത മൂന്നാമത്തെ ചോദ്യത്തിന്റെ പിക്ചർ മക്കൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കുന്ന സമയത്ത് മക്കൾക്ക് അറിയാം ഇവിടെ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്. ഇത് 6 പാർട്ടായി ഡിവൈഡ് ചെയ്തു, ഇയാൾ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നേരത്തെ അതേ ചോദ്യമാക്കി ഇയാളെ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ചെയ്യേണ്ട പരിപാടി അതുകൂടെ പറഞ്ഞ്, ഓൾറെഡി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, അയാളെയും കൂടെ പറഞ്ഞ സമയം കളയുന്നില്ല. ചെയ്യേണ്ട ചേഞ്ച് മാത്രമേ പറയുന്നുള്ളൂ. നോക്കി നോക്കൂ, ഈ കാണുന്ന ലൈനുകളെയൊക്കെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് താഴത്തേക്ക് കണക്ട് ചെയ്യാം. ഇയാൾ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ കാണുന്ന ആളെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. നോക്കടാ, അപ്പോൾ ഈ രണ്ട് ചിത്രവും ഒരേ ആൾക്കാരായില്ലേ നോക്കി നോക്കുക. ഈ രണ്ട് ചിത്രവും സെയിം ആയില്ലേ നോക്കി നോക്കുക. ഈ കാണുന്ന സ്ഥലത്ത് ഏരിയാസ് ഒക്കെ സെയിം ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തല്ലേ, പരപ്പളവ് തുല്യമാണെന്ന്. സെയിം രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആളെയും എന്ത് ചെയ്യുന്നത്,
പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല മക്കൾക്ക് അതിൻ്റെ ഒരു ഈ ക്വസ്റ്റ്യൻ അതുപോലെ ഈച്ച് ആൻഡ് എവരി ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്തിട്ടേക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്കിപ്പിംഗ് പരിപാടി ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഓൾറെഡി ഈ വീഡിയോ എനിക്ക് തോന്നുന്നു നിയർലി 1 hourൻ്റെ അടുത്ത് ലെങ്ത്തുള്ള ഒരു സാധനം ആകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് നീഡഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. 5ാമത്തെ ചോദ്യം നോക്കാം. In the picture below, the midpoints of the sides of blue triangle are joined to make the smaller green triangle. The red line is a median of large triangle. ചിത്രത്തിലെ നീല ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ചെറിയ പച്ച ത്രികോണം വരച്ചിരിക്കുന്നത്. ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ ഒരു നടുവരയാണ്. Prove that this median bisects the top side of small triangle. ഈ നടുവര ചെറിയ ത്രികോണത്തിന്റെ മുകൾ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കുക. നമുക്ക് നോക്കടാ എന്തായാലും. In the picture below, the midpoints of the sides of blue triangle are joined to make. നോക്കടാ, ഈ കാണുന്ന വലിയ ത്രികോണം അല്ലേ, ഈ കാണുന്ന വലിയ ത്രികോണം ഞാൻ തൽക്കാലം ഒരു പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പേര് കൊടുത്തു പോകാം. ഇയാൾ എ ആണ്, ഈ കാണുന്ന പോയിന്റ് ബി ആണ്, ഈ കാണുന്ന സി ആണ്. ഈ കാണുന്ന ആളുകളുടെ മിഡ് പോയിന്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഉള്ളിൽ കാണുന്ന പച്ച ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ത്രികോണം നിർമ്മിച്ചപ്പോൾ ഞാൻ ആ മിഡ് പോയിന്റുകൾക്ക് ഒരു പേര് കൊടുക്കാം. ഇയാൾ എക്സ് ആയിക്കോട്ടെ, ഈ കാണുന്ന ആൾ വൈ ആയിക്കോട്ടെ, ഈ കാണുന്ന ആൾ സെഡും ആയിക്കോട്ടെ. നമുക്ക് ആദ്യം ആ പറയുന്ന പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന ത്രികോണത്തിൽ, എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ മക്കളെ നമ്മളിപ്പോൾ പറയുന്ന എക്സിൻ്റെയും വൈയുടെയും സെഡിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് അവർ മധ്യബിന്ദുക്കളാണ്. അപ്പോൾ ഞാനത് എഴുതുന്നുണ്ട് കേട്ടോ. എക്സ് കോമ വൈ കോമ സെഡ് ആർ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ്സ് എന്ന് എഴുതി ചേർക്കുന്നുണ്ട്. എക്സ് കോമ വൈ കോമ സെഡ് വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് എന്ന് എഴുതി ചേർക്കുന്നുണ്ട്. ഓക്കെ എടാ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം in any triangle line joining midpoints of two sides is parallel and half of third side. നമുക്കറിയുന്ന കാര്യമാണ്, ഏതൊരു ത്രികോണത്തിലെയും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ചേരുന്ന വര എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന് സമാന്തരവും നീളം അവയുടെ പകുതിയുമായിരിക്കുമെന്ന് നമ്മൾ മുന്നേ പഠിച്ചാണ്. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നിവിടെ എന്തൊക്കെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നോക്കടാ. ഈ എക്സ് എന്ന് പറയുന്ന മധ്യബിന്ദുവും വൈ എന്ന് പറയുന്ന മധ്യബിന്ദുവും ചേർത്ത് വരച്ചിരിക്കുന്ന വരയാണ് ആര് എന്ന് പറയുന്നത് അല്ലേ. നമുക്കങ്ങനെ ഓരോ ആൾക്കാർ പറയാൻ പറ്റില്ല. എക്സ് സെഡ് ചേർത്ത് വരച്ചിരിക്കുന്ന വര, വൈയും സെഡും ചേർത്ത് വരയ്ക്കുന്ന വര. ഓക്കെ, ഞാൻ ആദ്യം ഈ ആളെ വെച്ചിട്ടാണ് പറയാൻ വേണ്ടി. ഈ സെഡ് വൈ എന്ന് പറയുന്ന വര നോക്കിയോക്കേടാ. സെഡ് വൈ എന്ന് പറയുന്ന വര അല്ലേ, രണ്ട് മധ്യബിന്ദുക്കൾ ചേർത്ത് വരച്ച വരയാണ്. തീർച്ചയായിട്ടും വലിയ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന് സൈഡിന് അത് പാരലായിരിക്കും, സമാന്തരമായിരിക്കും. അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാം മക്കളെ. സെഡ് വൈ പാരലൽ ടു എ സി. മക്കളെ സമാന്തരം മാത്രമാണോ? അല്ല. ആൻഡ് സെഡ് വൈ ഇസ് ഈക്വൽ ടു, ഈ കാണുന്ന സെഡ് വൈ എന്ന് പറയുന്നത് ഇയാളുടെ പകുതി നീളമായിരിക്കും. ഓൾറെഡി നമുക്കറിയാം ഇതൊരു പകുതി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ കാണുന്ന ആളെ സെഡ് വൈ ഇസ് ഈക്വൽ ടു ഹാഫ് എ സിയുടെ പകുതി ആയിരിക്കും എന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഇൻഡിക്കേറ്റ്സ് മക്കളെ ശ്രദ്ധിക്കണേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ സെഡ് വൈ ഇസ് ഈക്വൽ ടു ഒന്നുകിൽ എനിക്ക് ഇതിൻ്റെ പകുതി നീളമായിട്ടുള്ള എക്സ് എ എന്നോ എക്സ് സി എന്നോ എഴുതാൻ വേണ്ടി പറ്റും. എനിക്ക് ആവശ്യമുള്ള ആൾ എക്സ് സി ആണ്, അതുകൊണ്ട് അയാൾ എഴുതുന്നു ഇക്വേഷൻ നമ്പർ 1 ആണ് അയാൾ. ഇതുപോലെ നമുക്ക് മറ്റൊരു സ്ഥലത്തൂടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഈ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്ന് പറയുന്നത് മക്കളെ സെഡ് എക്സ് എന്ന് പറഞ്ഞ വരെ നോക്കിയൊക്കെ. ഈ കാണുന്ന സെഡ് എക്സ് എന്ന് പറയുന്ന വരെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതും എക്സ് എന്ന് പറയുന്ന സെഡ് എന്ന് പറയുന്ന രണ്ട് മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ചിട്ടുള്ള വരയാണ് ഈ കാണുന്ന ആൾ. തീർച്ചയായിട്ടും ബി സി അയാൾക്ക് സമാന്തരമായിരിക്കും. ഫസ്റ്റ് പോയിന്റ് മക്കളെ, സെഡ് എക്സ് ഇസ് പാരലൽ ടു ബി സി. അത് മാത്രമാണോ പ്രത്യേകത? ആൻഡ് മറ്റൊരു പ്രത്യേകത ഇവിടെ, ഏതാ നമ്മളെ സെഡ് എക്സ്? ഈ കാണുന്ന ആൾ തീർച്ചയായിട്ടും ഈ കാണുന്ന ബി സിയുടെ പകുതി ആയിരിക്കും. അപ്പോൾ എനിക്ക് എങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും മക്കളെ? സെഡ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ബി സി എന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. വിച്ച് മീൻസ് സെഡ് എക്സ് ഇസ് ഈക്വൽ ടു മക്കളെ ബി സിയുടെ രണ്ട് പാർട്ടിൽ അല്ലേ, ഏത് പാർട്ട് വേണമെങ്കിലും എനിക്ക് എഴുതാമല്ലോ. ഈ കാണുന്ന പാർട്ട് എഴുതാം, ഈ പാർട്ടിൽ കാണുന്ന പാർട്ട്. അപ്പം ഞാൻ വൈ സി എന്നാണ് എന്ത് ചെയ്യുന്നത് മക്കളെ അവിടെ എഴുതുന്നത്. അയാളാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത്.
ഓക്കെ, ഞാൻ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യം ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ മക്കളെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഫ്രം 1 and 2, ഫ്രം 1 and 2, ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യത്തിൽ നിന്ന് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ, സെഡ് വൈ എന്ന് പറയുന്ന ആൾ ഇതാണ് കേട്ടോ. ആദ്യത്തെ ആൾ സെഡ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സി. സെഡ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സി. മക്കളെ, ഈ രണ്ടാൾക്കാരും തുല്യവും സമാന്തരവുമാണ്. ദേ ആർ ഈക്വൽ ആൻഡ് പാരലൽ. എന്താ ഇക്വേഷൻ നമ്പർ 2 പറയുന്നത്? സെഡ് എക്സ് ഇസ് ഈക്വൽ ടു വൈ സി. ഇവരും ഈക്വലും പാരലാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പാരലാണെന്ന് പറയുന്നു. അപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഞാൻ ഈ കാണുന്ന ആളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഈക്വലുമാണ്, പാരലലുമാണ്, ഈക്വലുമാണ്. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന രൂപം എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു പാരലലോഗ്രമാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു ഫ്രം 1 and 2 സെഡ് വൈ സി എക്സ് is a parallelogram, is a parallelogram. ഓക്കെ, ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യത്തിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം സെഡ് വൈ സി എക്സ് എന്ന ചതുർഭുജം ഒരു സമാന്തരികമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. മക്കളെ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആൾ ഒരു പാരലോഗ്രാം ആണ് എന്ന് വിചാരിക്കുക മക്കളെ. ഓക്കെ, ഈ സി സെഡ് എന്ന് പറയുന്ന ആളും എക്സ് വൈ എന്ന് പറയുന്ന ആളും ഈ രൂപത്തിൻ്റെ ആരാ മക്കളെ? ഡയഗണൽസ് ആണ്, വികരണങ്ങളാണ്. അപ്പം ഞാൻ എഴുതുന്നു സോ ആരൊക്കെയാ മക്കളെ? xy and CZ are diagonals. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡയഗണലുകൾ, ആരുടെ വികരണങ്ങൾ? സാമാന്തരികത്തിൻ്റെ, നമ്മുടെ പാരലോകത്തെ ഡയഗണൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. ദേ ബൈസെക്ട് ഈച്ച് അതർ. അപ്പം ഞാൻ അത് എഴുതുന്നുണ്ട്. ഇൻ എ പാരലലോഗ്രാം diagonals bisect each other. Okay, each other. മക്കളെ, സമാന്തരികത്തിൽ വികരണങ്ങൾ പരസ്പരം സമഭാജിയാണ്. ഓക്കെ, അപ്പോൾ അവർ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നുടാ? മുകൾ ഭാഗം സമഭാഗം ചെയ്യുന്നു. സോ ദാറ്റ് സി സെഡ് ബൈസെക്ട് എക്സ് വൈ. അതിനാൽ സി സെഡ് എക്സ് വൈയെ സമഭാഗം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിൽ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ സെൻറ്ററോയിഡ് ഓഫ് ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ ദ സെയിം. വലിയ ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം ചെറിയ ത്രികോണത്തിൻ്റെയും മധ്യമ കേന്ദ്രമാണ് തെളിയിക്കുന്നത്. വലുതും ചെറുതായിട്ടുള്ള രണ്ട് ത്രികോണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എടാ, നമ്മൾ നേരത്തെ കൊടുത്ത, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ള അതേ നെയിം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ കോപ്പി ചെയ്യാം. നമ്മളിവിടെ പേര് കൊടുത്തു. ഇയാൾ എ ആണ്, ഇയാൾ ബി ആണ്, ഇയാൾ സി ആണ്. പോരാത്തതിനൊരു എക്സ് ഉണ്ടായിരുന്നു, വൈ ഉണ്ടായിരുന്നു, അതേപോലെ സെഡും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കാണുന്ന രണ്ട് ത്രികോണങ്ങളുടെയും മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഒരു ആള് ആണ്, ഒരൊറ്റ പോയിന്റ് തന്നെയാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സെൻട്രോയിഡ് മധ്യമ കേന്ദ്രം ആരാണെന്ന് നമുക്കറിയണം. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ഓഫ് മീഡിയൻസ്, നടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനപ്പോൾ എഴുതി തുടങ്ങുക മക്കളെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് തൽക്കാലത്തേക്ക് ഒരാളുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ഓ ബി ദ സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ കാണുന്ന എ ബി സി എന്ന് പറയുന്ന വലിയ ത്രികോണത്തിൻ്റെ സെൻട്രോയിഡ് ആണ് ഓ എന്ന് വിചാരിക്കുക. അയാൾ എവിടെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാൻ വേണ്ടി പറ്റും ഈ കാണുന്ന ഒരാൾ നടുവര ആയതുകൊണ്ട് ഈ വരയിൽ എവിടെയോ ആണ് ആ പറഞ്ഞിട്ടുള്ള ഓ ഉണ്ടാവുക. എനിക്ക് ആ പോയിന്റ് ആരാന്ന് എക്സാക്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മീഡിയൻസ്, ഇതിപ്പോൾ ഒറ്റ മീഡിയൻ ആയിട്ടേ ഉള്ളൂ, സിന്ന് മാത്രമേ ഉള്ളൂ. ബിയിൽ നിന്ന് ഒരാളെ വരയ്ക്കാനുണ്ട്, തീർച്ചയായിട്ടും വൈയിൽ നിന്നും ഒരാളെ വരയ്ക്കാനുണ്ട്. ഓക്കെ മക്കളെ, ഞാൻ അയാളെയും കൂടെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നോക്കി വെച്ചേ, ഞാൻ ഈ കാണുന്ന എയിൽ നിന്നുള്ള മീഡിയൻ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിയിൽ നിന്ന് നമുക്കറിയാം അയാൾ ഇപ്പം മേ ബി ഒരു സംശയം ഉണ്ടാവും, കൃത്യമായിട്ട് സാറിന് എങ്ങനെയാണത് വൈയിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് അറിയാമെന്നുള്ളൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാണുന്ന സി ബിയുടെ മിഡ് പോയിന്റ് ആണ് വൈ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ നോക്കി വെച്ച മക്കളെ, ഈ കാണുന്ന ബിയിൽ നിന്നും പാസ് ചെയ്യുന്ന മീഡിയൻ കടന്നു പോകുക എന്ന് പറയുന്നത് എക്സിൽ അല്ലേ, നേരെ എക്സിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ മീഡിയനുകൾ എല്ലാം കൂടെ അല്ലേ 1, 2, 3 ഈ കാണുന്ന 3 മീഡിയനുകളും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഓൾറെഡി അയാൾക്ക് പേര് കൊടുത്തിരുന്നു, ഓ എന്നാണ്. നമ്മുടെ ഓ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി എടുക്കുന്ന ട്രയാങ്കിൾ ഒന്ന് ശ്രദ്ധിക്കണം മക്കൾ. ഇൻ ട്രയാങ്കിൾ സെഡ് എക്സ് വൈ,
സെഡ് എക്സ് വൈ എന്ന ത്രികോണത്തിൽ നോക്കിയേ, ആരാണ് സെഡ് എക്സ് വൈ? ശ്രദ്ധിക്കണം, സെഡ് എക്സ് വൈ ഈ കാണുന്ന നമ്മുടെ ചെറിയ ത്രികോണത്തെയാണ് ഇനി ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ഞാൻ ഇതിലുള്ള മറ്റ് മിഡ് പോയിന്റുകൾക്കുള്ള പേരുകൾ കൂടെ ഒന്ന് കൊടുത്തു വെക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പോയിന്റുകൾ ഉണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പോയിന്റ് ഞാൻ എൻ എന്ന് പേര് കൊടുക്കുന്നുണ്ട്, ഈ കാണുന്ന പോയിന്റിന് എം എന്ന് പേര് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഈ കാണുന്ന പോയിന്റിന് എസ് എന്നും പേര് കൊടുക്കുന്നുണ്ട്. ഈ എൻ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത മക്കൾക്കൊന്ന് ആലോചിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ആരാ മക്കളെ? എക്സ് സെഡ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാ പറയാൻ വേണ്ടി പറ്റുന്നത്? ഈ കാണുന്ന എ സെഡ് വൈ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു പാരലോഗ്രാം ആണെന്നും ഈ വരച്ചിരിക്കുന്ന രണ്ട് വരകൾ അവിടുത്തെ ഡയഗണൽസ് വികരണങ്ങളാണെന്നും ഈ വരച്ചിരിക്കുന്ന മെയിൻ ഫിഗർ ഒരു സമാന്തരികമാണെന്നും അവ ബൈസെക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് എൻ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എക്സ് സെഡ് എന്ന് എഴുതുക മക്കളെ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ പോർഷനും സെയിം ആണെന്നല്ലേ മക്കളെ? അയാളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, സെഡ് എൻ ഇസ് ഈക്വൽ ടു എക്സ് എൻ. അങ്ങനെ നമുക്ക് എസ് എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റും. അവിടെയും ഒരു പാരലോഗ്രാം സാമാന്തരികമുണ്ടെന്നും അവിടെയും രണ്ട് വികരണങ്ങൾ വരുന്നുണ്ടെന്നും എസ് എന്ന് പറയുന്ന പോയിന്റിൽ വരി രണ്ട് ഈക്വൽ പാർട്ടുകളായിട്ട്, രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിയുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ എസ് ആരുടെ മധ്യബിന്ദുവാണ്? മിഡ് പോയിന്റ് ആണ്. സെഡ് വൈയുടെ മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈക്വൽ ആവുന്ന പാർട്ടുകൾ ആരൊക്കെയാണ് മക്കളെ? സെഡ് എസും വൈ എസും അല്ലെങ്കിൽ എസ് വൈയുമാണ് ഈക്വൽ ആവുന്ന പാർട്ട്. ഞാൻ അയാളെ കൂടെ എഴുതി വെക്കുന്നുണ്ട്. എസ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ആര്? സെഡ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പറയാൻ വേണ്ടി പറ്റുന്ന പോയിന്റ് ആണ് സെഡ് എസ് ഇസ് ഈക്വൽ ടു എസ് വൈ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം എമ്മും മിഡ് പോയിന്റ് ആണ് എന്നുള്ള കാര്യം, അല്ലെ? എം മിഡ് പോയിന്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സി വൈ സെഡ് എക്സ് എന്ന് പറയുന്ന പാരലോഗ്രത്തിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും മക്കളെ? എടുക്കാൻ സെയിം സാധനം. അപ്പൊ എം മിഡ് പോയിന്റ് ആണെങ്കിൽ മക്കളെ ഈ രണ്ട് പാർട്ടാണ് സെയിം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ആരുടെ മിഡ് പോയിന്റ് ആണ്? എം ആരുടെ മധ്യബിന്ദുവാണ്? എക്സ് വൈയുടെ മധ്യബിന്ദുവാണ്. എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പറയുന്ന രണ്ട് പോയിന്റുകൾ എന്തൊക്കെയായിരിക്കും മക്കളെ? എക്സ് എം ഇസ് ഈക്വൽ ടു എം വൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കാണുന്ന ഓയിലൂടെ തന്നെയാണ്, അല്ലേ? അപ്പം അങ്ങോട്ട് നോക്കി നോക്കിയടാ, സെഡ് എന്ന് ഈ ചെറിയ ട്രയാങ്കിൾ ഈ ചെറിയ ട്രയാങ്കിളിൽ സെഡ് എന്ന് ഇങ്ങോട്ടേക്ക് മീഡിയൻ വരയ്ക്കുന്നു, കാരണം എം മിഡ് പോയിന്റ് ആണ്. വൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മിഡ് പോയിന്റ്, അല്ലെ, മീഡിയൻ വരയ്ക്കുന്നു, കാരണം എൻ എന്താ മക്കളെ? മിഡ് പോയിന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഒ എന്ന് പറയുന്നത് ആരുടെയും സെൻട്രോയിഡ് ആണ്? ചെറിയ ട്രയാങ്കിളുടെയും സെൻട്രോയിഡ് ആണ്. വിച്ച് മീൻസ് അതിനർത്ഥം O is the centroid of triangle ZXY. O is the centroid of triangle ZXY. അതിനാൽ O ത്രികോണം ZXY യുടെയും മധ്യമകേന്ദ്രമാണ്. അപ്പോൾ therefore O is centroid of both triangles. രണ്ട് ത്രികോണങ്ങളുടെയും മധ്യമകേന്ദ്രം O തന്നെയാണ് എന്ന് നമുക്ക് അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. In the picture below, H is the orthocenter of triangle ABC. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ ലംബ കേന്ദ്രമാണ് എച്ച്. മക്കളെ പറഞ്ഞു മനസ്സിലായോ? എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ നമ്മുടെ ഓർത്തോ സെന്റർ എച്ച് ആണ് എന്ന് പറയുന്നുണ്ട്, ലംബ കേന്ദ്രം എച്ച് ആണ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലായോ നമുക്ക്? എയിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറും ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറും സിയിൽ നിന്നും വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ആര് എന്ന് പറയുന്നു? എച്ച് എന്ന് പറയുന്നു. പ്രൂവ് ദാറ്റ് എ ഇസ് ദ ഓർത്തോ സെന്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. എച്ച് ബി സി എന്ന ത്രികോണത്തിന്റെ ലംബ കേന്ദ്രം എ ആണെന്ന്. എടാ, ഈ കാണുന്ന എ ബി സിയുടെ എച്ച് ആണ്, ഇനി എച്ച് ബി സിയുടെ പുറത്ത് കാണുന്ന എ ആണെന്ന് നമുക്കൊക്കെ എന്ത് ചെയ്യാനുണ്ടാവുക? പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആദ്യം നമ്മൾ എന്തറിയണമെന്ന് പറയും? ഈ ഓർത്തോ സെന്റർ എന്ന് പറയുന്ന സാധനം ലംബകേന്ദ്രം എന്താണെന്ന് അറിയണം. ഇന്റർസെക്ടിങ് പോയിന്റ്സ് ഓഫ് പെർപെൻഡിക്കുലേഴ്സ്, അല്ലെ, ആൾട്ടിറ്റ്യൂഡ്, ഉയരങ്ങളുടെ ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന ഓരോ മൂലയിൽ നിന്നും വരച്ചിരിക്കുന്ന ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് ആര് എന്ന് പറയുന്നത്? ഓർത്തോ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വയ്ക്കാം. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം എ. നോക്കണേ, perpendicular drawn from A will pass through H. അത് ഉറപ്പല്ലേ മക്കളെ? തീർച്ചയായിട്ടും
ഈ പറയുന്ന എല്ലാ പെർപെൻഡിക്കുലറും എല്ലാ ലംബങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എച്ച് എന്ന് പറയുന്ന സമയത്ത് എയിൽ നിന്ന് വരച്ചിരിക്കുന്ന ആൾ തീർച്ചയായിട്ടും എച്ചിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ അയാളെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നത്. നമുക്ക് അങ്ങനെ ഈ കാണുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ഒന്ന് ബിൽഡ് ചെയ്ത് വെക്കണം. എടാ സ്വാഭാവികമായിട്ട് അയാൾ എച്ചിലൂടെ കടന്നു പോവുക മാത്രമല്ല, അയാൾ പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഞാൻ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോയിന്റ് തൽക്കാലം ഞാൻ എഫ് എന്നൊരു പേര് കൊടുക്കുന്നുണ്ട്. അതുപോലെ മക്കളെ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ലേ, സിയിലൂടെ വരുന്ന ആളും തീർച്ചയായിട്ടും എച്ചിലൂടെ കടന്നു പോകും എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് എഴുതുന്നുണ്ട് ലൈക്ക് വൈസ്. അതുപോലെ perpendicular from C will pass through H. ഞാൻ നേരത്തെ മലയാള മീഡിയത്തിൻ്റെ പോയിന്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല മക്കളെ. എയിൽ നിന്നും വരയ്ക്കുന്ന ലംബം എച്ചിലൂടെ കടന്നു പോകുന്നു, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് അതുപോലെ തന്നെ സിയിൽ നിന്നും വരയ്ക്കുന്ന ലംബവും എച്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഞാനപ്പോൾ അയാൾ എന്ത് ചെയ്യാം, ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് വയ്ക്കാം. സിയിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറും ആരിലൂടെ കടന്നു പോകുന്നുണ്ട്, എച്ചിലൂടെ കൃത്യമായിട്ട് കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം മക്കളെ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും 90 ഡിഗ്രിയാണ്, ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും ആരാണടാ, 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഒരാളെയും കൂടെ പറയാൻ വേണ്ടി പറ്റുമല്ലോ, പെർപെൻഡിക്കുലർ ഫ്രം. ഇനി എവിടുന്ന് പറയാൻ നോക്കിയൊക്കെ, എവിടെയൊക്കെ പറഞ്ഞു, എയിൽ പറഞ്ഞു, സിയിൽ പറഞ്ഞു, ഇനി പറയാൻ ബാക്കിയുള്ള ആൾ ബി ആണ്. അതുകൂടെ പറഞ്ഞേക്കാം. പെർപെൻഡിക്കുലർ ഫ്രം ബി വിൽ പാസ് ത്രൂ എച്ച് അല്ലേ. ആരിൽ നിന്ന് വരയ്ക്കുന്ന, ബിയിൽ നിന്ന് വരയ്ക്കുന്ന ലംബവും എച്ചിലൂടെ കടന്നു പോകുന്നു. നമുക്കൊന്ന് വരച്ചു നോക്കാം, തീർച്ചയായിട്ടും ഉറപ്പാണല്ലോ. കാരണം അങ്ങനെ കടന്നു പോയത് കൊണ്ടാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ എന്ത് വിളിച്ചത് മക്കളെ, ഈ എച്ച് എന്ന് പറയുന്ന പോയിന്റിനെ ഓർത്തോ സെന്റർ അഥവാ ലംബ കേന്ദ്രം എന്ന് വിളിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇവിടെ എഫ് എന്ന പേര് കൊടുത്തതുപോലെ മറ്റു രണ്ട് ജനറേറ്റ് ചെയ്യപ്പെട്ട ഉണ്ടാവിപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഡി എന്നും അതുപോലെ തന്നെ ഇ എന്നും പേര് കൊടുത്തേക്കാം. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഈ പോയിന്റുകൾ കൂടെ നമ്മൾ വരച്ചെടുത്തപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി വെക്കാം. നൗ ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ബി ഇ എന്ന് പറയുന്ന വരയും എ സി എന്ന് പറയുന്ന വരയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്, അവർ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ, അവര് ലംബമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എഴുതി നോക്കിയ ബി ഇ പെർപെൻഡിക്കുലർ ടു എ സി. അത് മാത്രമാണോ? അല്ല. ഇനി വേറൊരു കേസിൽ പറയാൻ വേണ്ടി പറ്റും, സി ഡി ആർക്ക് പെർപെൻഡിക്കുലർ മക്കളെ, ആർക്ക് ലംബ മക്കളെ, എ ബിക്ക് ലംബമാണ്. അതും പറയാൻ വേണ്ടി പറ്റും. സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി, സി ഡി എ ബി ലംബമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ അടുത്തൊരാൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, എ എഫ് എന്ന് പറയുന്ന ആൾ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും, എ എഫ് എന്ന് പറയുന്ന ആൾ, അയാൾ ഏതിനാണ്, ബി സിക്കാണ് അവിടെ ആരായിട്ട് വരുന്നത്. അതും കൂടി എഴുതി വയ്ക്കാം, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതും കൂടി എഴുതാം, എ എഫ് പെർപെൻഡിക്കുലർ ടു ബി സി എന്നും കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം വിച്ച് മീൻസ് ഇവർ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാടാ, എ സി ഒരു പെർപെൻഡിക്കുലർ ആണ്, എ ബി ഒരു പെർപെൻഡിക്കുലർ ആണ്, ബി സിയും ഒരു പെർപെൻഡിക്കുലർ ആണെന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന് കിട്ടി. അപ്പോൾ നമുക്കതൊന്ന് എഴുതി വയ്ക്കാം, വിച്ച് മീൻസ് എ സി എ ബി ബി സി is also perpendicular. അവരും എന്താണ്, പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ്. അതിലുള്ള കാര്യം ഞാനൊന്ന് എടുത്തെഴുതും. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം മക്കളെ. ഈ കാണുന്ന ട്രയാങ്കിളിലെ എല്ലാ മൂലകളിലെയും പെർപെൻഡിക്കുലർ ശ്രദ്ധിക്കണേ. ഈ കാണുന്നതാണ് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന ആരെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ പുതിയ ട്രയാങ്കിൾ. ഇതിൻ്റെ എല്ലാ മൂലകളിലെയും പെർപെൻഡിക്കുലർ ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ നമ്മളവിടെ ആൻസർ ഫൈനൽ ചെയ്യുകയാണ്. A is the intersecting points of perpendiculars of triangle HBC, with that is A is the orthocenter. A is the orthocenter. അതിൻ്റെ അർത്ഥം മക്കളെ മലയാളം മീഡിയക്കാർ എഴുതുമ്പോൾ എ എന്ന് പറയുന്നത് എച്ച് ബി സി എന്ന ത്രികോണത്തിൻ്റെ എല്ലാ മൂലകളിലെയും ലംബങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. അതിനർത്ഥം എ എന്ന് പറയുന്നത് എച്ച് ബി സി എന്ന ത്രികോണത്തിൻ്റെ ലംബ കേന്ദ്രമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഈ ചോദ്യം കൂടി ചെയ്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററും കൂടി എന്ത് ചെയ്യാണ് മക്കളെ, കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ.